ലേമാൻസ് സയൻസ് ലാബ് യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന ചോദിക്കൂ പറയാം എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വിശദീകരിക്കുന്ന ചോദ്യമാണ് ഈ കാണുന്നത്. The velocity time graph of a stone throwing vertically up and returned back to the initial position is a straight line. As per the graph, the acceleration of the stone remains constant throughout the journey. But we know that when a stone is moving up, acceleration is negative, and when it falls down, acceleration is positive. Is there a contradiction? അപ്പോൾ ചോദ്യം നമ്മൾ വായിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞിരിക്കുന്നത്, ഒരു കല്ല് നമ്മൾ കുത്തനെ മുകളിലേക്ക് എറിഞ്ഞു തിരിച്ച് അതേ സ്ഥാനത്ത് വന്നാൽ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയാൽ അതിനർത്ഥം അതിൻ്റെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ് എന്നാണ്, മാറ്റമില്ലാതെ തുടരുന്നുവെന്നാണ്. എന്നാൽ നമുക്കറിയാം, ഒരു കല്ല് മുകളിലേക്ക് എറിയുന്ന അവസരത്തിൽ നമ്മൾ അതിൻ്റെ ആക്സലറേഷൻ -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും അതുപോലെ താഴേക്ക് പതിക്കുന്ന ഫ്രീ ഫോളിലുള്ള വസ്തുവിൻ്റെ ആക്സലറേഷൻ +9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമാണല്ലോ പരിഗണിക്കുക. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ആക്സലറേഷനിൽ മാറ്റം വരുന്നുണ്ടല്ലോ. ഇത് എങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുക എന്നതാണ് കുട്ടിയുടെ സംശയം. തികച്ചും ന്യായമാണ് ഈ സംശയം, യുക്തിപരവുമാണ്. അപ്പോൾ എവിടെയോ ഒരിടത്ത് കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറുപടിയിലേക്ക് പോകാം. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നിശ്ചിത മാസ്സുള്ള ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ അതിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സിനെയാണ് ആശ്രയിക്കുന്നത്, ബലത്തെയാണ് ആശ്രയിക്കുന്നത് എന്നല്ല, ബലത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ദിശയിലായിരിക്കും ത്വരണത്തിൻ്റെ ദിശ, അഥവാ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ തന്നെയായിരിക്കും ആക്സിലറേഷൻ്റെയും ഡിറക്ഷൻ. അതുകൊണ്ട് ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷനിൽ മാറ്റമുണ്ടാകണമെങ്കിൽ ആ വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിലോ അല്ലെങ്കിൽ ഡിറക്ഷനിലോ, അതായത് അളവിലോ ദിശയിലോ മാറ്റമുണ്ടാകണം. അപ്പോൾ മുകളിലേക്ക് എറിഞ്ഞ ഒരു കല്ലിനെ സംബന്ധിച്ചിടത്തോളം അത് ഉയർന്നു പൊങ്ങി പഴയ സ്ഥാനത്ത് എത്തുന്നത് വരെ അതിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരേ ഒരു ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, ഗ്രാവിറ്റിയാണ്. അത് എല്ലായ്പ്പോഴും താഴേക്കാണ്, അതുപോലെ അതിൻ്റെ അളവിൽ മാറ്റവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്സിലറേഷന് ഇടയ്ക്ക് വെച്ച് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, അഥവാ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയതിൽ, നേർരേഖ ആയതിൽ അപാകതയില്ല, ശരികേടില്ല. പക്ഷേ അപ്പോഴും കൺഫ്യൂഷൻ തീരുന്നില്ല. കാരണം മുകളിലേക്ക് ഉയരുമ്പോൾ വെലോസിറ്റി കുറയുന്നതിനാൽ ആക്സിലറേഷൻ നെഗറ്റീവും, താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി വരുന്നതിനാൽ ആക്സിലറേഷൻ പോസിറ്റീവുമാണല്ലോ. അതിനെന്താണ് മറുപടി? ശരിയാണ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്സിലറേഷൻ പോസിറ്റീവായി പരിഗണിക്കുന്നത്. അതുപോലെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അതിനെ റിട്ടാർഡേഷനായി അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷനായി പരിഗണിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ അത് തിരിച്ച് അതിൻ്റെ ആദ്യ സ്ഥാനത്തെത്തുന്നത് വരെ അതിൻ്റെ വെലോസിറ്റി കുറയുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് മുകളിലേക്ക് ഉയരുമ്പോൾ വെലോസിറ്റി കുറയുകയും തിരിച്ചു വരുമ്പോൾ കൂടുകയും ചെയ്യുന്നില്ല എന്ന് സാരം. ഇത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. വിഷമിക്കേണ്ട, തെളിയിക്കാം, ബോധ്യപ്പെടുത്താം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്,
ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞ് തിരിച്ച് താഴെ വരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് വെച്ച് വെലോസിറ്റി കൂടുന്നില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. ഒരു കല്ല് 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ കുത്തനെ മുകളിലേക്ക് എറിയുന്നു. മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവും താഴേക്കുള്ള ദൂരം നെഗറ്റീവുമായും എടുക്കുന്നു. ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാനിപ്പോൾ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തുവെന്ന് മാത്രം. ഇനി നമുക്ക് ഇതിന്റെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, മാറ്റം ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്, ഡിറക്ഷൻ മുകളിലേക്ക്, അപ്വേർഡ്. അതുകൊണ്ട് വെലോസിറ്റി പോസിറ്റീവ്, കാരണം മുകളിലേക്ക് പോവുകയാണ്, ഡിസ്പ്ലേസ്മെന്റ് കൂടി വരികയാണ്. അതുകൊണ്ട് വെലോസിറ്റി പോസിറ്റീവ്. 1 സെക്കൻഡ് കഴിയുന്നു. സൗകര്യത്തിന് വേണ്ടി ഞാനിവിടെ റിട്ടാർഡേഷൻ 10 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോഴും അത് സഞ്ചരിച്ചത് മുകളിലേക്ക് തന്നെ. അതുകൊണ്ട് വെലോസിറ്റി പോസിറ്റീവ്. ഇനി 2 സെക്കൻഡ് കഴിഞ്ഞു. വെലോസിറ്റി വീണ്ടും 10 കൂടി കുറഞ്ഞു. ഇപ്പോഴത്തെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, ഡിറക്ഷൻ മുകളിലേക്ക് തന്നെ. അതുകൊണ്ട് വെലോസിറ്റി ഇപ്പോഴും പോസിറ്റീവ്. ജസ്റ്റ് 3 സെക്കൻഡ് കഴിഞ്ഞു. വെലോസിറ്റി 0 ആകുന്നത് വരെ അതിൻ്റെ ചലനം മുകളിലേക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് വെലോസിറ്റിയും പോസിറ്റീവ് തന്നെയായിരുന്നു. ഇനി 4 സെക്കൻഡിൽ വെലോസിറ്റി എത്രയാകും? 10 മീറ്റർ പെർ സെക്കൻഡ്. തിരിച്ചു വരാൻ തുടങ്ങി. ദിശയോ താഴേക്ക്. ഇത്രയും നേരം വസ്തു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് മുകളിലേക്കായിരുന്നു. ഇപ്പോൾ സഞ്ചരിക്കുന്നത് താഴേക്കാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് 10. താഴേക്കായതുകൊണ്ട് ഇപ്പോഴത്തെ വെലോസിറ്റി -10 മീറ്റർ പെർ സെക്കൻഡ്. 5 സെക്കൻഡ് വെലോസിറ്റി -20. 6 സെക്കൻഡ് വസ്തു ജസ്റ്റ് തറയിലെത്തുന്ന നിമിഷം വെലോസിറ്റി -30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ കല്ലിന്റെ ഇനിഷ്യൽ വെലോസിറ്റി +30 മീറ്റർ പെർ സെക്കൻഡും ഫൈനൽ വെലോസിറ്റി -30 മീറ്റർ പെർ സെക്കൻഡും. അതായത് കല്ലിന്റെ വെലോസിറ്റി 30 തുടങ്ങി തുടർച്ചയായി കുറഞ്ഞ് -30 അതായത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അദ്യാവസാനം വരെ ഇതിന്റെ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്യാവസാനം ഇതിന്റെ ആക്സിലറേഷൻ -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് അത് ഉയരുന്ന അവസരത്തിലും താഴേക്ക് വരുമ്പോഴും ആക്സിലറേഷൻ -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, നെഗറ്റീവാണ്. ഇനി ഇതൊന്നുകൂടി വ്യക്തമാകാൻ നിങ്ങൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഒന്ന് പരിശോധിക്കൂ. സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കൂ. നമുക്ക് സ്ലോപ്പ് കാണാനുള്ള ഫോർമുല അറിയാമല്ലോ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 - y1 ബൈ x2 - x1 ഈക്വൽ ടു 30 - 0 ബൈ 0 - 3 ഈക്വൽ ടു -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് കിട്ടുക. അതായത് നെഗറ്റീവ് ആണ്. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് സൂചിപ്പിക്കുന്നത് ആക്സിലറേഷനെയാണെന്ന്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം.